എത്ര മനോഹരമായ ഒരു കാഴ്ചയാണിത്. ഇത് നമ്മളെ വയനാട് ജില്ലയില് ബാവലി എന്ന് പറയും, കർണാടകയുടെ ബോർഡറായ ബാവലിയിൽ ഉള്ള ബാവലി പള്ളിയാണിത്. അതേപോലെ തന്നെ അവിടെ ഒരു 3/4 കിലോമീറ്ററിന്റെ അടുത്ത് ഒരു അമ്പലം കൂടിയുണ്ട്. ആ അമ്പലം ഈ പള്ളിയും, അതായത് അമ്പലത്തിലെ ഉത്സവമാണ് ഇന്നലെ, അതായത് തിറ മഹോത്സവമാണ്. അപ്പൊ ഒരു മഞ്ഞൾ നീരാട്ട് എന്ന് പറഞ്ഞുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ടാകും. ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. എന്നിരുന്നാലും എന്താ പറയാ, രണ്ട് മതങ്ങളുടെ ആചാരങ്ങൾ, അതായത് രണ്ട് മതസൗഹാർദ്ദങ്ങൾ എന്ന് പറയാം. കാരണം രണ്ട് മതത്തിൽ നിന്നുള്ള ആചാരങ്ങൾ, അതായത് ഈ പള്ളിയിൽ മക്കാമില് ഒരു കിടാവിളക്കുണ്ട്. ആ വിളക്കിൽ നിന്ന് ആ പള്ളിയുടെ സെക്രട്ടറിയാണ് ആ വിളക്കിൽ നിന്ന് ഒരു തിരി കൊളുത്തി അമ്പലത്തിലെ പൂജാരിക്ക് ഏൽപ്പിക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ കേരളത്തിലെ മതങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം, ഒരു ഇതും. എന്നിട്ട് ആ തിരിയിൽ നിന്ന്, അതായത് താലം ഏന്തിയിട്ട് ആ അമ്പലത്തിലെത്തണം. അതിനുശേഷമാണ് അവിടെ മഞ്ഞൾ നീരാട്ട് തുടങ്ങുന്നത്. അപ്പോ ഈ നമ്മളെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണിത്. അതായത് എത്ര വർഗീയത കുത്തി നിറച്ചു കഴിഞ്ഞാലും ഇതൊന്നും ഇവിടെ ഏൽക്കൂല. കാരണം രണ്ട് മതങ്ങളുടെ, അല്ലെങ്കിൽ 2-3 മതങ്ങൾ, എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർ ഇന്നലെ അവിടെ വന്നിട്ടുണ്ട്. അവരുടെ ഒരു ആചാരങ്ങളും അവരുടെ ഒരു വിശ്വാസമാണ് ഇന്നലെ അവിടെ നടന്നിട്ടുള്ളത്. അപ്പോ ഇതിപ്പോ ഞാൻ ഈ വോയിസ് ഇടുമ്പോൾ എനിക്കിട്ടിട്ട് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ വരും. അത് കുഴപ്പമില്ല, അത് അതിന്റേതായ രീതിക്ക് ഇങ്ങനെ നടന്നോളും. ഇതൊക്കെയാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറയുന്നത് കോൾസ് ഓൺ കൺട്രി, അതായത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് തന്നെ പറയാം. നമ്മളെ കേരളത്തിൽ മാത്രം നടക്കും. അത് വലിയ ഭാഗ്യന്മാരാണ് നമ്മൾ കേരളത്തിൽ ജനിച്ചത്.